ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ്. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ രീതിയിലാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ബിരിയാണി തയ്യാറാക്കുന്നതിന് ആദ്യം നമുക്കിതിലേക്കുള്ള ചെമ്മീൻ ഒന്ന് റെഡിയാക്കി വെക്കാം. ഇത് 1 കിലോ ചെമ്മീനായിരുന്നു. ഇത് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാൻ ബിരിയാണിയിലേക്കുള്ള റൈസാണ് ആദ്യം തയ്യാറാക്കുന്നത്, അപ്പോൾ അത്രയും സമയം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പം ഞാൻ 1 കിലോ അരി വെച്ചിട്ടാണ് ബിരിയാണി തയ്യാറാക്കുന്നത്. അപ്പോൾ 1 കിലോ അരി ഞാനൊരു പാത്രത്തിലേക്ക് അളന്നെടുത്തിട്ടുണ്ട്. ഗീ റൈസാണ് കേട്ടോ എടുത്തത്. ഞാൻ റൈസ് തയ്യാറാക്കുന്നത് കുക്കറിലാണ്. കുക്കറിലേക്ക് ഞാൻ 5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സവാള നല്ല നേർമയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാള നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റാം. സവാള മുഴുവനായും കോരി മാറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്കായ എന്നിവ ഇട്ട് കൊടുക്കാം. ഏലക്കായ ഒന്ന് തൊലിയൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയതിനു ശേഷം ഇതിലേക്ക് നമ്മൾ അരി അളന്നെടുത്ത പാത്രത്തിന് 1.5 പാത്രം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് അരി കഴുകിയിട്ട് നന്നായിട്ട് വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് കുട്ടയിലിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് ഫുൾ ഫ്ലെയിമിൽ 2 വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി വെക്കാം. ഈ സമയത്ത് നമുക്ക് മസാല തയ്യാറാക്കാം. ഇതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 5 സവാള കനം കുറച്ചരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം. കുറച്ചൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴന്നതിന് ശേഷം ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 10 പച്ചമുളക് ചതച്ചെടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക ഈ സമയത്ത്. എന്നിട്ട് ഇതിൻ്റെ പച്ചച്ചുവയൊന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് 4 തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. തക്കാളി നന്നായിട്ട് വെന്ത് വരണം. ഇടയ്ക്കിടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം, അടിയിലൊന്നും പിടിച്ചു പോവാതിരിക്കാൻ വേണ്ടി. ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, ഒരു ബൗൾ നിറയെ കറിവേപ്പില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പുളി വേണമെങ്കിൽ ലാസ്റ്റ് നോക്കിയിട്ട് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് മൂടി വെക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് വരുന്നവരെ മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. തക്കാളി നന്നായി വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എരിവ് വേണമെങ്കിൽ ലാസ്റ്റ് നോക്കിയിട്ട് കുറച്ചുകൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ചെമ്മീൻ തയ്യാറാക്കിയിട്ടുള്ള പാത്രത്തിലെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു 1/4 കപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം വെള്ളം. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ കൂടുതൽ ചേർക്കരുത്, നമ്മൾ ചെമ്മീനിലും ചേർക്കുന്നത് കൊണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ 1/2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതായത് ചെറുതായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് പുതിന ഇലയും കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ചെമ്മീൻ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് മൂടി വെക്കാം. ഈ സമയത്ത് ഇതിലേക്കുള്ള റൈസ് തയ്യാറായിട്ടുണ്ട്. കുക്കറിൽ കംപ്ലീറ്റ് പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് തുറക്കാം. അപ്പോൾ റൈസ് ഇതാ നല്ല പാകത്തിന് തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ദമ്മിടാം. അപ്പോൾ മസാല നല്ല സൂപ്പർ ടേസ്റ്റിലായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള മസാലയാണ് ഇത്. ഇനി നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ തയ്യാറാക്കിയതിൻ്റെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ പകുതി റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കാഷ്യൂ നട്ട്സൊക്കെ പകുതി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം സെക്കൻഡ് ലെയറായിട്ട് ബാക്കിയുള്ള റൈസും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ സവാളയും നെയ്യും മല്ലിയിലയും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് അതിന് മുകളിൽ ഒരു വെയിറ്റ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി വെക്കാം. എന്നിട്ടൊരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം തുറക്കാം. ഇനി നമുക്ക് റൈസ് ഒന്ന് സെപ്പറേറ്റ് ആക്കിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. മസാലയിലൊക്കെ ചെമ്മീൻ്റെ സൂപ്പർ ടേസ്റ്റുള്ള അടിപൊളി ബിരിയാണിയാണ് കേട്ടോ ഇത്. ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇനി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.